ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഗ്യാരണ്ടി ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ. ഇതൊക്കെ സെയിലിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആണ്. ഈ ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് റീപ്ലേറ്റിംഗ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്, കളർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതെന്താ വെച്ചാൽ ഈ സ്റ്റോണൊക്കെ നമ്മൾ റിയൽ സ്റ്റോണിൻ്റെ ആണ് കേട്ടോ. റൂബി, എമറാൾഡ്, പിന്നെ എഡി സ്റ്റോണാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് കളർ ചെയ്താലും ഇതേ ഒരു ഷൈനിങ്ങും ഒക്കെ ഉണ്ടാവും. നമുക്ക് ഈ സ്റ്റോൺ ഒരിക്കലും കേടുവരില്ല. അപ്പോൾ നമ്മൾ ഗോൾഡിൽ ഉപയോഗിക്കുന്ന അതേ സ്റ്റോൺ തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ ഐറ്റംസ് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് ഫാൻസി കടകളിലൊക്കെ കിട്ടിയെന്ന് വരും. അത് പ്ലാസ്റ്റിക്സിൻ്റെ സ്റ്റോണിലെ കല്ലുകളൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കളർ ചെയ്യുമ്പം എന്താ സംഭവിക്കുക വെച്ചാൽ ഈ സ്റ്റോണിന് ഇത്ര ഷൈനിങ് പിന്നെ ഉണ്ടാവില്ല. പിന്നെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് അടിക്കും. ഇങ്ങനെ സ്റ്റോണിൻ്റെ ഒക്കെ ചില സ്റ്റോണൊക്കെ തന്നെ ഉരുകിപ്പോവുകയും ചെയ്യും. പക്ഷേ ഇപ്പം ഇങ്ങനെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഇത് എത്ര കാലം നിങ്ങൾ കളർ ചെയ്താലും ഇതേ രീതിയിൽ തന്നെ നിൽക്കും. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ജ്വല്ലറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ. കാരണം ഇതൊക്കെ പെട്ടെന്ന് സെയിലായി പോകും. കാരണം നമ്മളെ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ഈ വീഡിയോയിൽ കുറച്ച് എന്താ പറയുക സാധനങ്ങളേ ഉള്ളൂ. കാരണം എന്താ, കുറച്ച് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തോളൂ. ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ കാണുമ്പോൾ അപ്പോൾ ഞാൻ ഡെയിലി അല്ലെങ്കിൽ ഒരു പിന്നെ ഓരോ ഒന്നരാടം ദിവസങ്ങളിൽ പുതിയ പുതിയ ഐറ്റംസ് ഇടും. ഷോർട്ട് വീഡിയോസ് ഡെയിലി ഇടും കേട്ടോ. പിന്നെ അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ഐറ്റംസ് എപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ത്വരടി ചെയിൻ കേട്ടോ. ഈ ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ചെയിനാണ് കേട്ടോ. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ നമ്മൾ സാധാരണ കാഷ്വലായിട്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പിന്നെ സ്റ്റോൺ അല്ലാത്ത ഒരുപാട് ചെയിനുകളൊക്കെ ഉണ്ട്, സ്റ്റോൺ ഇല്ലാത്ത കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലിടും. പിന്നെ ഇതിൽ കാണുന്ന പിന്നെ ഇപ്പം ഈ തൊരടുമാല ഉണ്ടല്ലോ, ആ ചെയിനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എത്ര കാലം നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാലും ഇങ്ങനെ കേടുവരാതെ ഇങ്ങനെ അത് ഇതുപോലെ തന്നെ നിൽക്കും. പിന്നെ ഈ മാലകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ലോക്കറ്റ് മാത്രമേ പ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ അത് അങ്ങനെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാത്തതിനും കൊണ്ട് പക്ഷേ അങ്ങനെ കളർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് നമ്മൾ എടുത്തു വെച്ചാൽ മതി, നന്നായിട്ട് ഒരുപാട് കാലം നിൽക്കും കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ ബാക്കിയുള്ള ഐറ്റംസൊക്കെ. പിന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ ഐറ്റംസിൻ്റെ അത് ഷിപ്പിങ്ങിൻ്റെ ചാർജ് ഇവിടെ കൊടുക്കാത്തത് പല സ്ഥലങ്ങളിലേക്കും പല റേറ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഒരു കേരളത്തിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഒരു 80 റുപ്പീസൊക്കെ വരുള്ളൂ, പുറത്താകുമ്പോഴേ കൂടുകയുള്ളൂ. അത്രയൊക്കെയാണ് വരാറുള്ളത് സാധാരണ നമ്മൾ കൊറിയർ ആക്കുമ്പം. പിന്നെ അതോരോ സ്ഥലത്തിൻ്റെ ഡിസ്റ്റൻസും സാധനങ്ങളുടെ വെയിറ്റും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്റ്റോണിൻ്റെ സ്റ്റഡുകളാണ് കേട്ടോ. പിന്നെ സ്റ്റഡുകളൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ട്. എനിക്ക് പിന്നെ ഫോട്ടോ എടുക്കാനും അത് എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ ഉള്ള പ്രയാസം കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ വേറെ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ സാരി ചെയിന് നെക്ലേസുകളൊക്കെ വാങ്ങുമ്പം ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾക്ക് റിട്ടേണും റീപ്ലേസ്മെൻറ്റും ഇല്ല. പിന്നെ അത് നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾക്ക് അയയ്ക്കുക. അത്രയും ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ പോലും നമ്മൾ ആ സാധനങ്ങൾ അയക്കാറില്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ റിട്ടേൺ വേണമെങ്കിൽ
നമ്മളിപ്പോൾ ഇന്ന് അയച്ചാൽ നാളെ നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പോൾ ആ ഡേറ്റിൽ നിങ്ങൾ പിന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് കാണിച്ച് തരണം. നിങ്ങൾ ഓപ്പൺ ചെയ്യണ വീഡിയോ എങ്കിൽ മാത്രം. ഇപ്പോൾ സ്റ്റഡ് പിന്നെ ആങ്ക്ലെറ്റ്സ് ഉണ്ടല്ലോ, അത് ബ്രേസ്ലെറ്റ്, അതിനൊന്നും പ്രശ്നമില്ല. വലിയ സാരിമാലയൊക്കെ അയക്കുമ്പോൾ മാത്രം ഒന്ന് വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അതൊക്കെ നമ്മൾ അത്രയും കെയർ ആയിട്ടാണ് അയക്കുക. എങ്കിലും ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റിട്ടേണും റീപ്ലേസ്മെൻറ്റും ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുക. വളകളുടെയൊക്കെ സൈസ് സ്കെയിലിൽ അളന്നിട്ട് എടുത്താൽ മതി. അത് എങ്ങനെയാണ് അളവ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളത്. 2.2, 2.4, 2.6, 2.8 ഇതാണ് ബാങ്കിളുടെ സൈസ് വരിക കേട്ടോ. അത് എങ്ങനെയാണ് സ്കെയിൽ സാധാരണ 2 ഇഞ്ചും ആ 2 പോയിൻറ്റും, 2.2 ആണെങ്കിൽ 2 ഇഞ്ചും 2 പോയിൻറ്റ്, 2.4 എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചും 4 പോയിൻറ്റില്ലേ, അങ്ങനെയാണ് കേട്ടോ. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ അളവ് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഇടാം കേട്ടോ, എങ്ങനെയാണ് അളക്കേണ്ടതെന്നുള്ളത്. പിന്നെ പാദസരമൊക്കെ നിങ്ങൾ ആ ലെങ്ത്ത് എടുത്ത് കൊടുത്താൽ മതി. ചെയിന് 6 പിടി, 5 പിടി, പിന്നെ 10 പിടി, 8 പിടി അങ്ങനെ പോവും. അത് ഒന്നുകിൽ ലെങ്ത്ത് പറയാം, അല്ലെങ്കിൽ ഇത്ര പിടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലെങ്ത്ത് പറയാവുന്നതാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മളതിൽ ഹെന്ന ഉണ്ട്, പിന്നെ ഓർഗാനിക്കായിട്ടുള്ള സോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, കൂടുതൽ വീഡിയോസിനായിട്ട്. ബാംഗിൾസിൻ്റെ അളവ് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു വള പേപ്പറിൽ വെച്ചിട്ട് വരയ്ക്കുക, ഉള്ളിട്ട് വട്ടം വരച്ചെടുക്കുക. എന്നിട്ട് അത് സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കിയിട്ട് അതിൻ്റെ അളവ് ഇഞ്ചിലാണ് കേട്ടോ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് കൂടി ആ അളവ് എനിക്കിങ്ങനെ ഇതേപോലെ പിക്ക് എടുത്ത് അയച്ചു തന്നാലും മതി. ഇനി നല്ല നല്ല കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. Until then, bye and take care.